Hello students. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂൺ 2024 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓക്കെ, സോ നമ്മൾ PYQ സീരീസ് പാർട്ട് 1 പാർട്ട് 2 നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ പാർട്ട് 3ലാണ് മൂന്നാമത്തെ അറ്റംപ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസർ ക്യൂ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇത് നമ്മുടെ ലാസ്റ്റ് പാർട്ടാണ്. നമുക്കറിയാം ഓഫ്ലൈൻ എക്സാംസ് 3 അറ്റംപ്റ്റ് ആണ് ഉണ്ടായിട്ടുള്ളത്. ആ 3 അറ്റംപ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസർ ക്യൂ ആണ് നമ്മൾ PYQ സീരീസിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഈ പറഞ്ഞ ജൂൺ 2024 അറ്റംപ്റ്റിൽ വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ദ ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്പെൻസ് ഫോർ ആൻ അക്കൗണ്ടിംഗ് പീരീഡ് ഈസ് ബേസ്ഡ് ഓൺ ദ കോൺസെപ്റ്റ് ഓഫ്. ഒരു എക്സ്പെൻസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്, ഒരു അക്കൗണ്ടിങ് പീരീഡിലേക്കുള്ള എക്സ്പെൻസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഏത് കോൺസെപ്റ്റ് പ്രകാരമാണ്? നമ്മളിത് പഠിച്ചിട്ടുണ്ടല്ലോ. നമുക്കറിയാം അക്കൗണ്ടിങ് പ്രിൻസിപ്പൽ ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ PYQ സീരീസുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, റൈറ്റ്? അതുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ് ഈ പറഞ്ഞ എക്സ്പെൻസ്. അല്ലെ, എക്സ്പെൻസ് എങ്ങനെയാണ് നമ്മൾ ഒരു അക്കൗണ്ടിങ് പീരീഡിലേക്ക് ഡിറ്റർമൈൻ ചെയ്യുന്നത്, ഏത് ബേസിസിലാണ്? നമ്മൾ പഠിച്ചത് പ്രകാരമാണെങ്കിൽ മെറ്റീരിയാലിറ്റി അല്ല, മാച്ചിങ് പ്രിൻസിപ്പിൾ ആണ്. അല്ലെ, മാച്ചിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താ? ഒരു ഇയറിലെ എക്സ്പെൻസ് അതേ ഇയറിലെ റവന്യൂമായിട്ട് മാച്ച് ചെയ്യണം. അല്ലെ, അത് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് ഇത് മാച്ചിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ മാച്ചിങ് ആണ് ആൻസർ എന്ന് പറയുന്നത്. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ഫോർ പീരീഡ് ഓഫ് 1 year ബൈ ഫോളോയിങ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനാ? ഫോർ പീരീഡ് ഓഫ് 1 year. അല്ലെ, ഒരു ഇയറിലേക്കാണ്. അത് പറയുന്ന പ്രിൻസിപ്പിൾ ഏതാ? നമുക്കറിയാം പീരിയോഡിസിറ്റി കോൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്, റൈറ്റ്? എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന പീരീഡിനെയാണ് നമ്മൾ എന്താ പറയുക, അക്കൗണ്ടിങ് പീരീഡ്. നോർമലി അത് 12 months ആണ്. ജാനുവരി ടു ഡിസംബർ ആവാം, ഏപ്രിൽ ടു മാർച്ച് ആവാം, റൈറ്റ്? അതിനാണ് നമ്മൾ എന്താ പറയുക, അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആർ ഷോൺ ഇൻ. നിങ്ങൾ PYQ സീരീസ് പാർട്ട് 1 പാർട്ട് 2 കണ്ടിട്ടുണ്ടെങ്കിൽ ആ 2 പാർട്ടിലും നമ്മൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അല്ലെ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എവിടെ റെക്കോർഡ് ചെയ്യാം? അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത വേറെ ഒന്നുകൊണ്ടല്ല കേട്ടോ. നമ്മൾ ഓൾറെഡി പാർട്ട് 1ലും പാർട്ട് 2ലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബാലൻസ് ഷീറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. അല്ലെ, ദെൻ ഇമ്പോർട്ട് ഡ്യൂട്ടി ഓഫ് റോ മെറ്റീരിയൽ ഈസ് പർച്ചേസ്ഡ്. റോ മെറ്റീരിയൽ പർച്ചേസ്ഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. സോ അതിന്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി എന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ തന്നെയാണ്, റൈറ്റ്? എ ബാഡ് ഡെബ്റ്റ് റിക്കവേർഡ് ഡ്യൂറിംഗ് ദി ഇയർ. നമുക്ക് ബാഡ് ഡെപ്റ്റ് റിക്കവർ ചെയ്താൽ, ബാഡ് ഡെപ്റ്റ് എന്താണ്? നമുക്ക് ലോസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നതായിട്ടാണ്. ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഇൻകം ആണ്. അല്ലെ, നമ്മൾ റിട്ടേൺ ഓഫ് ചെയ്ത് നമ്മുടെ ബാഡ് ഡെപ്റ്റ്സ് നമുക്ക് എന്ത് ചെയ്യാണ്, തിരിച്ച് കിട്ടാണ്, റൈറ്റ്? സോ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻകം ആണ്. സോ എക്സ്പെൻഡിച്ചർ അല്ല. അപ്പൊ ക്യാപിറ്റലോ റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ല, ക്യാപിറ്റൽ റെസിപ്റ്റ് അല്ല. ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ബെനിഫിറ്റ് വരുന്ന റെസിപ്റ്റ് ആണ്, അതല്ല റവന്യൂ റെസിപ്റ്റ് ആണ്. അല്ലെ, സോ ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റിലേക്കാണ് അത് റെക്കോർഡ് ചെയ്യുക, റൈറ്റ്? സോ അത് റവന്യൂ റെസിപ്റ്റ് ആണ്. ദെൻ നോമിനൽ അക്കൗണ്ട്, ഇതും റിപ്പീറ്റഡ്ലി വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നോമിനൽ അക്കൗണ്ട് റെപ്രസെന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം 3 നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്: റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ബോത്ത് ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. എല്ലാ ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സും ആണ് റിയൽ അക്കൗണ്ട്. നോമിനൽ എന്ന് പറഞ്ഞാൽ ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്, അല്ലെ, അല്ലെങ്കിൽ ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസസ്. എല്ലാ എക്സ്പെൻസും ലോസും നോമിനൽ ആണ്, എല്ലാ ഇൻകംസും ഗെയിൻസും എന്താണ്, നോമിനൽ ആണ്, റൈറ്റ്? സോ ഇവിടെ ആൻസർ എന്തായിരിക്കും? ബോത്ത് A and B എന്നുള്ളതാണ്. പ്രോഫിറ്റ് ആൻഡ് ഗെയിനും നോമിനൽ ആണ്, അതുപോലെ തന്നെ ലോസ് ആൻഡ് എക്സ്പെൻസും നോമിനൽ ആണ്. ഓക്കെ, ദെൻ ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. എന്താ ഒറിജിനൽ എൻട്രി എന്ന് പറഞ്ഞാൽ? ജേർണൽ ആണ്. അല്ലെ, ആ ജേർണലിൽ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേര് എന്താ? ജേർണലൈസിംഗ് എന്ന് പറയാം. അല്ലെ, ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻ ദ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ഈസ് നോൺ ആസ് ജേർണലൈസിംഗ്. അല്ലെ, അപ്പൊ ഇവിടെ ആൻസർ എന്തായിരിക്കും? ജേർണൽ ആണ്, റൈറ്റ്? അപ്പൊ ജേർണലിൽ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താ? ജേർണലൈസിംഗ്. നമുക്ക് ആ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ജേർണൽ ആണ് നമ്മൾ ആൻസർ ആയിട്ട് പറയുന്നത്. ഓക്കെ, then next നോക്ക്. വിച്ച് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റെപ്രസെന്റ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ അസറ്റ് ലയബിലിറ്റീസ് പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി. അല്ലെ, അസറ്റ് ഈസിക്കൽ ടു, അല്ലെ, ഇവിടെ ഒരു ഈസിക്കൽ ടു ഉണ്ട്, അസറ്റ് ഈസിക്കൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി. ഇത് ഏത് സ്റ്റേറ്റ്മെന്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നാണ്. ഇൻകം സ്റ്റേറ്റ്മെന്റ് അല്ല, അവിടെ എക്സ്പെൻസ് ആൻഡ് ഇൻകംസ് ഉണ്ടാവുക, റൈറ്റ്? ക്യാഷ് ഫ്ലോ അല്ല, അവിടെ ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ആണ് ഉണ്ടാവുക ക്യാഷിന്റെ. ദെൻ ബാലൻസ് ഷീറ്റ്. യെസ്, ബാലൻസ് ഷീറ്റിൽ ഒരു സൈഡ് അസറ്റും ഒരു സൈഡ് ലയബിലിറ്റീസും ആണ്. അല്ലെ, സോ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ആൻസർ ഈസ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, ദെൻ എ ട്രയൽ ബാലൻസ് വിൽ നോട്ട് ടാലി ഇഫ്. ട്രയൽ ബാലൻസ് ടാലി ആവാത്തത് ഏത് ടൈപ്പ് ഓഫ് എറേഴ്സിലാണ്? നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അല്ലെ, 1 side എറർ ഉണ്ട്, 2 side എറർ ഉണ്ട്. 2 side എറേഴ്സിലൊക്കെ ട്രയൽ ബാലൻസ് ടാലി ആവും. 1 side എററിനാണ് ടാലി ആവാത്തത്. ഏതാ 1 side എറേഴ്സ്? എറർ ഓഫ് കാസ്റ്റിംഗ്, എറർ ഓഫ് പോസ്റ്റിംഗ്, അതുപോലെ തന്നെ എറർ ഓഫ് ടോട്ടലിംഗ്, അല്ലെ, ഈ റോങ് എമൗണ്ട് വരുന്നത്, അല്ലെ, അതൊക്കെ എന്തിന്റെ അണ്ടറിലാണ്? 1 side എറർ ആണ്. ഇതിൽ ഏതാണെന്ന് നമുക്ക് നോക്കാം. കറക്റ്റ് എൻട്രി ഈസ് പോസ്റ്റഡ് ട്വൈസ്. ഒരു കറക്റ്റ് എൻട്രി 2 പ്രാവശ്യം പോസ്റ്റ് ചെയ്ത് ടാലി ആവും. കാരണം ഡെബിറ്റും ക്രെഡിറ്റും 2 പ്രാവശ്യം റെക്കോർഡ് ചെയ്താലും ടാലി ആവും. ദെൻ ദ പർച്ചേസ് ഓൺ ക്രെഡിറ്റ് ബേസിസ് ഇസ് ഡെബിറ്റഡ് ടു പർച്ചേസ് ആൻഡ് ക്രെഡിറ്റഡ് ടു ക്യാഷ്. എന്നാലും ഓക്കെ ആണ്.
ക്രെഡിറ്റ് പർച്ചേസ് ആണ്, ബട്ട് ട്രീറ്റഡ് ആസ് ക്യാഷ് പർച്ചേസ്. ക്രെഡിറ്റ് പർച്ചേസിന് എന്തായിട്ട് ട്രീറ്റ് ചെയ്തു? ക്യാഷ് പർച്ചേസ് ആയി ട്രീറ്റ് ചെയ്തു. നോ പ്രോബ്ലം, ഡെബിറ്റും ക്രെഡിറ്റും റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ടാലി ആവും. ദെൻ 4,500 ക്യാഷ് പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ് ഈസ് ഡെബിറ്റഡ് ടു ക്രെഡിറ്റേഴ്സ് ഫോർ 5,400 ആൻഡ് ക്രെഡിറ്റഡ് ടു ക്യാഷ് ഹാസ് 4,500. എടാ ക്യാഷിൽ 4,500ഉം ക്രെഡിറ്റേഴ്സിൽ 5,400 റെക്കോർഡ് ചെയ്ത ഇത് ടാലി ആവില്ല. കാരണം ഡെബിറ്റിൽ 900 കൂടുതലാണ് ക്രെഡിറ്റിനേക്കാൾ. സോ അവിടെ ട്രയൽ ബാലൻസിൽ എന്ത് വരും? മിസ്മാച്ച് വരും, ട്രയൽ ബാലൻസ് എമൗണ്ട് ടാലി ആവില്ല. സോ അത് വൺ സൈഡ് എറർ ആണ്. ഓക്കെ, സോ ഒരു അക്കൗണ്ടിൽ റോങ് എമൗണ്ട് റെക്കോർഡ് ചെയ്താൽ അതെന്താണ്? വൺ സൈഡ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 10 സെയിം ആണ് അല്ലെ. നമ്മളിത് PYQ സീരീസ് പാർട്ട് 1 ഗുഡ്സ് വർത്ത് ₹2,720 റിട്ടേൺഡ് ബൈ RV പാസ് ത്രൂ ബുക്ക് ആസ് 7,220 അല്ലെ. എടാ RV ഗുഡ്സ് റിട്ടേൺ ചെയ്തുള്ള എൻട്രി എന്താണ്? സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെറ്റർ ടു RV എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. പക്ഷെ റെക്കോർഡ് ചെയ്തൊക്കെ ഓക്കെ ആണ്, എമൗണ്ട് കൂടിപ്പോയി. എമൗണ്ട് കൂടിയാൽ എന്താ ചെയ്യുക? RV അക്കൗണ്ട് എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? ക്രെഡിറ്റിൽ എമൗണ്ട് കൂടിയിട്ടുണ്ട് അല്ലെ. എത്ര ഇപ്പൊ ക്രെഡിറ്റിൽ റെക്കോർഡ് ചെയ്തത്? 7,220 rupees ആണ്. എത്ര റെക്കോർഡ് ചെയ്യേണ്ടത്? 2,720 rupees ആണ് അല്ലെ. സോ എത്ര എക്സസ് റെക്കോർഡ് ചെയ്തത്? 4,500. അപ്പൊ ക്രെഡിറ്റിൽ എന്തായി എടുക്കുകയാണ്? 4,500 കൂടുതലുണ്ട്, റൈറ്റ്. സോ നമ്മൾ അത് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം, എന്നാൽ അത് ക്യാൻസൽ ആവണം. അതേപോലെ സെയിൽസ് റിട്ടേൺ എന്ത് ചെയ്യും? വേണം, ക്രെഡിറ്റ് ചെയ്യണം. പക്ഷെ ഇവിടെ സെയിൽസ് റിട്ടേൺ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇത് 2 സൈഡ് എറർ ആണ്. ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷന്റെ എമൗണ്ട് അവർ റെക്കോർഡ് ചെയ്തത് ചേഞ്ച് ആയി, കൂടുതലായി പോയി ഡെബിറ്റിലും ക്രെഡിറ്റിലും. സോ അത് എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്യണം. ആ എൻട്രീനെ റിവേഴ്സ് ചെയ്യുക. അപ്പൊ എൻട്രി എന്തായിരിക്കും? RV അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് റിട്ടേൺ. RVനെ ഡെബിറ്റ് ചെയ്യണം, സെയിൽസ് റിട്ടേണിനെ ക്രെഡിറ്റ് ചെയ്യണം. എത്ര എമൗണ്ട്? 4,500. ഇതെന്താണ്? വൺ സൈഡ് അല്ല, 2 സൈഡ് എറർ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, which of the following is the correct sequence of accounts and statement in case of financial statement of sole proprietorship? Sole proprietorshipൽ ഏതാണ് കറക്റ്റ് സീക്വൻസ്? ആദ്യം ബാലൻസ് ഷീറ്റ്, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, പിന്നെ ട്രേഡിംഗ്. അത് തെറ്റാണ് അല്ലെ. ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ബാലൻസ് ഷീറ്റ് അത് കറക്റ്റ് ആണ്. ട്രേഡിംഗ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു, GP കിട്ടുന്നു, ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് NP കിട്ടുന്നു, ദെൻ ബാലൻസ് ഷീറ്റ്, ദെൻ ട്രേഡിംഗ്, ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അതും തെറ്റാണ് അല്ലെ. നെക്സ്റ്റ് നോക്ക്, 2,800 paid as wage for erecting a machine should be debited to. എടാ നമ്മൾ 2,800 എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മെഷീൻ ഇറക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഒരു എക്സ്പെൻസ് ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ വന്നാൽ അത് അസറ്റ് അക്കൗണ്ടിലേക്കാണ് ഡെബിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്, റൈറ്റ്. സോ ഏതാണ് അസറ്റ് അക്കൗണ്ട്? മെഷീൻ ആണ്. സോ ഡെബിറ്റഡ് ടു മെഷീൻ അക്കൗണ്ട്, റൈറ്റ്. Then when preparing a BRS, if you start with debit balance as per cash book, debit balance as per cash book എന്ന് പറഞ്ഞാൽ ഫേവറബിൾ ബാലൻസ് ആണ്, ഡെപ്പോസിറ്റ് ബാലൻസ് ആണ്. ക്യാഷ് ബുക്ക് എന്താണ്? ഡെപ്പോസിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ഫേവറബിൾ ബാലൻസ് ആണുള്ളത്, റൈറ്റ്. ചെക്ക് സെൻഡ് ടു ബാങ്ക് ബട്ട് നോട്ട് കളക്റ്റഡ്. എടാ ചെക്ക് നമ്മൾ ബാങ്കിലേക്ക് സെൻഡ് ചെയ്തു. പല ആൾക്കാർക്കും ചെക്ക് സെൻഡ് ബട്ട് നോട്ട് കളക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഇഷ്യൂഡ് ആണെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, ചെക്ക് സെൻഡ് ടു ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു, റൈറ്റ്. സോ നമ്മളെ കണക്ക് പ്രകാരം ക്യാഷ് ബുക്കിൽ നമ്മളത് ബാങ്ക് ബാലൻസ് കൂടുതലായിട്ട് കാണിച്ചിട്ടുണ്ടാവും. ബട്ട് നോട്ട് കളക്റ്റഡ് എന്ന് പറഞ്ഞാൽ അത് ബാങ്കിൽ ക്രെഡിറ്റ് ആയിട്ടില്ല, ബാങ്കിൽ കൂടിയിട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിൽ നിന്ന് അത് ഡിഡക്ട് ചെയ്യണം. കാരണം എന്താ? ബാങ്കിൽ അത് കൂടിയിട്ടില്ല, ക്യാഷ് ബുക്കിലാണ് അത് എന്തായിട്ടുള്ളത്? കൂടിയിട്ടുള്ളത്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് നോക്ക്, which of these type of errors are not detected during BRS? ബാങ്ക് റീകൺസിലേഷനിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത ഏതാണ്? ക്യാഷ് എംബേസിൽമെന്റ് ബൈ ദ കാഷ്യർ. എടാ കാഷ്യർ ക്യാഷ് എന്ത് ചെയ്തു? അടിച്ചു കൊണ്ടുപോയി, റൈറ്റ്. ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം BRS എന്താ ഫോക്കസ് ചെയ്യുന്നത്? ബാങ്ക് റീകൺസിലേഷൻ ആണ്. ബാങ്ക് ബാലൻസിൽ വരുന്ന ചേഞ്ചസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കുന്നത്, അല്ലാണ്ട് ക്യാഷിന്റെ ചേഞ്ചസ് അല്ല, റൈറ്റ്. സോ ഇതെന്തായാലും ഡിറ്റക്ട് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? BRSലൂടെ പറ്റൂല, റൈറ്റ്. ദെൻ ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് ക്രെഡിറ്റഡ്. അത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ കാരണം എന്താ? ക്യാഷ് ബുക്കിൽ കാണുന്നുണ്ട്, പാസ്ബുക്കിൽ ആ എൻട്രി വന്നിട്ടില്ല. സോ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാം. കാസ്റ്റിംഗ് മിസ്റ്റേക്ക് ഇൻ ബാങ്ക് കോളം ഓഫ് ക്യാഷ് ബുക്ക്, അതും നമുക്ക് പറ്റും. കാരണം പാസ്ബുക്കിൽ ആ ബാലൻസ് അല്ല കാണിക്കുന്ന, ക്യാഷ് ബുക്കിൽ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ കാസ്റ്റിംഗ് മിസ്റ്റേക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ ഇൻട്രസ്റ്റ് ഓഫ് കമ്മീഷൻ ചാർജ്ഡ് ബൈ ബാങ്ക് ബട്ട് നോട്ട് അക്കൗണ്ടഡ് ഇൻ ക്യാഷ് ബുക്ക്. പാസ്ബുക്കിൽ ഒരു എൻട്രി വന്നിട്ടുണ്ട്, ക്യാഷ് ബുക്കിൽ എൻട്രി വന്നത്, അത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ BRS എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ക്യാഷ് ബുക്കിലെ ബാങ്ക് കോളവും പാസ്ബുക്കും തമ്മിൽ എന്ത് ചെയ്യണം? മാച്ച് ചെയ്ത് നോക്കുകയാണ്. അതിൽ ഡിഫറൻസ് ഉണ്ടോ നോക്കുകയാണ്. സോ ഒരു ട്രാൻസാക്ഷൻ 2 ബുക്കിലും റെക്കോർഡഡ് ആണെങ്കിൽ അത് ഓക്കെയാണ്. ഏതെങ്കിലും ഒരു ബുക്കിലെ എൻട്രി ഉള്ളൂ എങ്കിൽ അത് നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റിൽ കൊണ്ടുവരാൻ പറ്റും, റൈറ്റ്. പക്ഷേ ക്യാഷുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാനില്ല? ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ഓക്കെ,
നെക്സ്റ്റ് നോക്ക്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഇൻ റെസ്പെക്ട് ഓഫ് BRS. BRSുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ട്രൂ ആണ്? ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ്. വെരി ഗുഡ്, കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ പെർട്ടിക്കുലർ ഡേ. ഒരു പെർട്ടിക്കുലർ ഡേയിലാണ് അത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, നോട്ട് ഫോർ എ പീരീഡ്. ഒരു പീരീഡിലേക്കല്ല, അതും കറക്റ്റ് ആണ്. ഇറ്റ്സ് നോട്ട് എ പാർട്ട് ഓഫ് ഡബിൾ എൻട്രി അക്കൗണ്ടിംഗ് സിസ്റ്റം. ജേർണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ് പോലെ അതൊരു അക്കൗണ്ടിംഗ് പ്രോസസ്സിന്റെ പാർട്ട് അല്ല, അതും കറക്റ്റ് ആണ്. സോ ആൻസർ എന്താണ്? ഓൾ ഓഫ് ദി അബോ. അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കുക, BRS ഈസ് എ സ്റ്റേറ്റ്മെന്റ്. BRS എന്താണ്? സ്റ്റേറ്റ്മെന്റ് ആണ്. അത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഫോർ എ പെർട്ടിക്കുലർ ഡേ ആണ്, റൈറ്റ്? അതുപോലെ തന്നെ അത് അക്കൗണ്ടിംഗ് പ്രോസസ്സിന്റെ പാർട്ട് അല്ല. അപ്പൊ ഇതെല്ലാം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ ട്രയൽ ബാലൻസ് ഈസ് യൂസ്ഡ് ആക്യുറസി ഓഫ് ടു ചെക്ക് ദ. ട്രയൽ ബാലൻസ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? എന്തിന്റെ ആക്യുറസി ചെക്ക് ചെയ്യാനാണ്? ലെഡ്ജർ അക്കൗണ്ട് ബാലൻസസ്, റൈറ്റ്? അപ്പോൾ നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന എന്തിനാണ്? ടു ചെക്ക് ദ അരിത്തമാറ്റിക്കൽ ആക്യുറസി. എന്തിന്റെ? ലെഡ്ജർ അക്കൗണ്ട് ബാലൻസസിന്റെ. ഓക്കെ, സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ദെൻ ഡിപ്രീസിയേഷൻ റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ്. ഇതും റിപ്പീറ്റഡ്ലി നമ്മൾ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റ് വാല്യൂഷൻ ആണോ? അല്ല. വെരിഫിക്കേഷൻ ഓഫ് അസറ്റ് ആണോ? അതുമല്ല. അലോക്കേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ദ അസറ്റ് ഓവർ ദ പീരീഡ് ഓഫ് ഇറ്റ്സ് ലൈഫ്. ആ ലൈഫ് എത്രയാണോ അസറ്റിന്റെ ലൈഫ്, ആ ഒരു പീരീഡിലേക്ക് കോസ്റ്റ് എന്ത് ചെയ്യുക? അലോക്കേറ്റ് ചെയ്യുക. അതാണ് എന്ത്? ഡിപ്രീസിയേഷൻ. നമ്മൾ ആദ്യം ഡിപ്രീസിയബിൾ എമൗണ്ട് കാണും, എന്നിട്ട് നമ്പർ ഓഫ് ഇയേഴ്സ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് ലൈഫ് ചെയ്യും, അല്ലെങ്കിൽ യൂസ്ഫുൾ ലൈഫ് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ വർഷത്തും ആനുവൽ ഡിപ്രീസിയേഷൻ എത്രയാണെന്ന് കിട്ടും, റൈറ്റ്? അപ്പോൾ എന്താണത്? അലോക്കേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ദ അസറ്റ് ഓവർ ദ പീരീഡ് ഓഫ് ഇറ്റ്സ് ലൈഫ്. Then obsolescence means decline in the value due to. എടാ, ഒബ്സലീറ്റ് ആവാന്ന് പറഞ്ഞാൽ എന്താ? ഒബ്സലേസൻസ് പറഞ്ഞാൽ എന്താ? ഒബ്സലേസൻസ് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ടെക്നോളജി വരുമ്പോൾ നമ്മുടെ അസറ്റിന്റെ വാല്യൂ കുറയുന്നതിനാണ് ഒബ്സലീറ്റ് ആവുക എന്ന് പറയാം, അല്ലെ? അപ്പോൾ ഫിസിക്കൽ വിയർ ആൻഡ് ടിയർ ആണോ? അല്ല. ഫോൾ ഇൻ മാർക്കറ്റ് പ്രൈസ് ആണോ? അല്ല. ഇന്നോവേഷൻസ് ആൻഡ് ഇൻവെൻഷൻസ് ആണ്, അല്ലെ? അപ്പോൾ ഒബ്സലേസൻസ് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ? പുതിയ പുതിയ ഇന്നോവേഷൻസും ഇൻവെൻഷൻസും വരുമ്പോൾ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഔട്ട്ഡേറ്റഡോ, അതിന്റെ വാല്യൂ എന്തായി പോകും? ഡിക്ലൈൻ ചെയ്യും, അല്ലെ? ഇപ്പോൾ നമുക്ക് ഫോണിന്റെ ടെക്നോളജി അറിയാം. ഇപ്പോൾ ആരും എന്തില്ല, കീപാഡ് ഉള്ള യൂസ് ചെയ്യുന്നില്ല, എല്ലാവരും ടച്ച് ഫോൺ ആണല്ലേ. അപ്പൊ അത് സ്റ്റിൽ വർക്കിംഗ് ആണ്, കണ്ടീഷൻ ആണ്, ബട്ട് സ്റ്റിൽ അതിന്റെ വാല്യൂ എന്താണ്? കുറവാണ്. കാരണം എന്താ? പുതിയ പുതിയ ടെക്നോളജി വരുമ്പോൾ മറ്റേ ഫോണുകളൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി, അതിനാണ് നമ്മൾ ഒബ്സൊലീറ്റ് ആവുക എന്ന് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കി, ഇതും ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഒറിജിനൽ കോസ്റ്റ് ഓഫ് എ മെഷീൻ ഈസ് റുപ്പീസ് 10 lakh. 10 ലക്ഷം റുപ്യാണ് അസറ്റിന്റെ വാല്യൂ. ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഫോർ സെക്കൻഡ് ഇയർ at 15% per annum under written down value. നമ്മളോട് ഏത് മെത്തേഡ് പ്രകാരമാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്? റിട്ടേൺ ഡൗൺ വാല്യൂ പ്രകാരമാണ്, റൈറ്റ്? സോ നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം നമ്മൾ 10 lakhന്റെ 15% കാണാം. 10 lakhന്റെ 15% കണ്ട 1,50,000 കിട്ടും, റൈറ്റ്? 1,50,000 അത് നമ്മൾ മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 10 lakhന്ന് ഫസ്റ്റ് ഇയർ ഡിപ്രീസിയേഷന് 1,50,000. അപ്പൊ നമുക്ക് സെക്കൻഡ് ഇയറിന്റെ ബുക്ക് വാല്യൂ കിട്ടി 8.5 lakh ആണ്. അതിന്റെ 15% ആണ് എന്തെന്ന് പറയുന്നത്? ഇതിന്റെ 15% ആണ് സെക്കൻഡ് ഇയർ ഡിപ്രീസിയേഷൻ. എത്ര വരുന്നത്? 1,27,500. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് ഈസ് ക്രിയേറ്റഡ് ഓൺലി ഓൺ. എടാ, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്, ഡെപ്റ്റേഴ്സിന്റെ മുകളിലുള്ള പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട്, അല്ലെ? അത് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, റൈറ്റ്? നമുക്ക് അഡ്ജസ്റ്റ്മെന്റിൽ ഫർദർ ബാഡ് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം, ന്യൂ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. എന്നിട്ട് എത്രയാണോ ഡെപ്റ്റേഴ്സിന്റെ വാല്യൂ ഉള്ളത്, ആ ഡെപ്റ്റേഴ്സിന്റെ വാല്യൂന്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് നമ്മൾ കാണുന്ന, റൈറ്റ്? സോ അതിന്റെ റൈറ്റ് ആൻസർ എന്താ? ടോട്ടൽ ഡെപ്റ്റേഴ്സ് ആഫ്റ്റർ പ്രൊവൈഡിങ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റിന്റെ എമൗണ്ടും കുറച്ചിട്ട് എത്രയാണോ ഡെപ്റ്റേഴ്സിലുള്ളത്, ആ ഡെപ്റ്റേഴ്സ് വാല്യൂ വെച്ചിട്ടാണ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് നമ്മൾ ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് അറിയുന്നതാണ്, നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ നോക്ക്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോമ്പോണന്റ് ഓഫ് അക്കൗണ്ടിംഗ് സൈക്കിൾ? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അതിന്റെ പാർട്ടാണ്, അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് അതിന്റെ പാർട്ടാണ്, റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ പാർട്ടാണ്, അല്ലെ? ട്രാൻസാക്ഷൻസ് ഐഡന്റിഫൈ ചെയ്യുക, അത് റെക്കോർഡ് ചെയ്യുക, അതിനെ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുക, ട്രയൽ ബാലൻസ് ചെയ്യുക, അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യുക, അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് ഉണ്ടാക്കുക, ദെൻ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇതാണ് അക്കൗണ്ടിംഗ് സൈക്കിൾ, നമുക്ക് അറിയുന്നതാണ്. സോ ഇതിൽ ഇല്ലാത്തത് ഏതാ? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് നോക്ക്, മിസ്റ്റർ എം പർച്ചേസ്ഡ് ഗുഡ്സ് ഓഫ് റുപ്പീസ് ആണ്, ഓഫ് റുപ്പീസ് 1,20,000 ഫോർ ക്യാഷ് at 10% ട്രേഡ് ഡിസ്കൗണ്ട് ആൻഡ് 5% ക്യാഷ് ഡിസ്കൗണ്ട്. സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ പാർട്ട് 1 ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ഇയർ വന്നത് തന്നെയാണ്. ഇപ്പൊ നമ്മളെ എമൗണ്ട് എത്രയാണ്? 1,20,000 ആണ്, അല്ലെ? അതിൽ ട്രേഡ് ഡിസ്കൗണ്ട് എത്രയാണ്? 10% ആണ്, എന്ന് പറഞ്ഞാൽ 12,000 ആണ്. ഇത് ഡിഡക്ട് ചെയ്തിട്ട് എത്രയാണോ നമുക്ക് ആൻസർ കിട്ടുന്നത്, ആ വാല്യൂ ആണ്
നമ്മൾ പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന വാല്യൂ എത്രയായിരിക്കും? 1,08,000 എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ട്രേഡ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ആ വാല്യൂ കുറച്ചിട്ട് എത്രയാണോ കിട്ടുന്നത് അതേ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ, റൈറ്റ്? സോ നമ്മൾ എടുക്കുന്ന വാല്യൂ എത്രയായിരിക്കും? 1,08,000. ബട്ട് ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 5% കുറച്ചിടുക. ഇതിന്റെ മുകളിൽ 5% കുറച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? പേയ്മെന്റ് ചെയ്യുക. ദെൻ ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ആ 5% നമ്മൾ റെക്കോർഡ് ചെയ്യുക. സോ ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യും, റൈറ്റ്? എന്ത് പറഞ്ഞിട്ട്? ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഡിസ്കൗണ്ട് ആണെങ്കിൽ നമ്മൾ പേ ചെയ്യുന്ന നമുക്ക് റിസീവ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഡിസ്കൗണ്ട് ആണെങ്കിൽ അത് ഡിസ്കൗണ്ട് അലൗഡ് ആണ്. ഡെപ്റ്റേഴ്സ് പേയ്മെന്റ് തരുമ്പോൾ അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സിൽ നിന്ന് നമ്മൾ ക്യാഷ് റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡിസ്കൗണ്ട് അലൗഡ് ആണ്, റൈറ്റ്? അപ്പോൾ അത് രണ്ടും ക്യാഷ് ഡിസ്കൗണ്ട് ആണ്. അത് രണ്ടും നമ്മൾ റെക്കോർഡ് ചെയ്യും. ട്രേഡ് ഡിസ്കൗണ്ട് എന്താ ചെയ്യുക? എത്രയാണോ ഇൻവോയ്സ് വാല്യൂ, എത്രയാണോ അതിന്റെ വാല്യൂ, അത് നമ്മൾ ലെസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? ട്രേഡ് ഡിസ്കൗണ്ട് റെക്കോർഡ് ചെയ്യാൻ. ഓക്കെ അല്ലേ? ട്രേഡ് ഡിസ്കൗണ്ടിന്റെ വാല്യൂ ലെസ് ചെയ്തിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ അതിന് ക്ലിയർ ആണ്. നെക്സ്റ്റ് നോക്ക്, ദ മാനേജർ ഈസ് എൻടൈറ്റിൽഡ് ടു എ കമ്മീഷൻ ഓഫ് 3% ഓൺ പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് അല്ലെങ്കിൽ ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ദിസ് കമ്മീഷൻ. എടാ അത് നമ്മൾ പഠിച്ചതാണ്. ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ ഉണ്ട്, ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ ഉണ്ട്. നമ്മൾ ചാപ്റ്റർ നമ്പർ 4 പ്രിപ്പറേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് മാനേജേഴ്സ് കമ്മീഷൻ. അതിൽ 2 ടൈപ്പ് കാൽക്കുലേഷൻ ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടില്ലേ? ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ ഉണ്ട്, ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ ഉണ്ട്. കാൽക്കുലേഷനിൽ മാത്രമേ ചെറിയ ചേഞ്ച് ഉള്ളൂ. ബിഫോർ ചാർജിങ് ആണെങ്കിൽ നിങ്ങൾക്ക് 3/100 എടുക്കാം. ആഫ്റ്റർ ചാർജിങ് എന്ന് പറയുകയാണെങ്കിൽ 3/103 എന്ന് എടുക്കേണ്ടി വരും അല്ലേ? 3/103. ഓക്കെ. ഇഫ് ദ പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓഫ് 6,000 ആർ 1,09,000. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും കമ്മീഷനും ചാർജ് ചെയ്യുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റ് ആണ് 1,09,000. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡിഡക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി എത്ര പ്രോഫിറ്റ് കിട്ടാം? 1,03,000 ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. എടാ നമ്മൾ ലാസ്റ്റ് ഫൈനൽ നെറ്റ് പ്രോഫിറ്റിന്റെ മുകളിൽ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6,000 നമ്മൾ എന്ത് ചെയ്തു? 1,09,000 ലെസ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടുന്ന? 1,03,000 ഇൻറ്റു എത്ര പെർസെൻറ്റേജ് കമ്മീഷൻ? 3%. ആഫ്റ്റർ ചാർജിങ് എന്ന് പറഞ്ഞുകൊണ്ട് 103. ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ എന്ന് പറയുന്നത് 3/100 മതി. ഇവിടെ 3/103. സോ ആൻസർ എത്രയാണ്? 3,000. ഓക്കെ. ദ നെക്സ്റ്റ് വൺ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? ഈ പറയുന്നതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിക്കുന്നത്. ദ സർപ്ലസ് ഓഫ് എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ മെമ്പേഴ്സ്. ഒരിക്കലുമില്ല. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ്. പ്രോഫിറ്റ് മോട്ടീവിലല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ NP ഒന്നും കിട്ടുന്ന സർപ്ലസ് എന്ത് ചെയ്യാറില്ല? മെമ്പേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറില്ല. സോ അതല്ല ആൻസർ. ദെൻ ഫിക്സ്ഡ് അസറ്റ് ലെസ് കറന്റ് ലയബിലിറ്റി, അങ്ങനെ ഒരു ഇക്വേഷൻ നമുക്കില്ല. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കവേഴ്സ് എ പീരീഡ് നോട്ട് ദ പൊസിഷൻ ഓഫ് എ ഡേ. കറക്റ്റ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത് ഒരു പീരീഡ് ആണ് കവർ ചെയ്യുന്നത്, അല്ലാണ്ട് എന്തല്ല ഒരു ഡേന്റെ പൊസിഷൻ അല്ല. ഓക്കെ, അത് ബാലൻസ് ഷീറ്റ് ആണ് അല്ലെ. ദെൻ ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ഈസ് ഷോൺ ഓൺ ലയബിലിറ്റി. നോ, ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ അസറ്റ് ആണ്, കിട്ടാനുള്ളതാണ്. സോ ഷോൺ ഓൺ അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് ആണ് ആൻസർ വരും. അപ്പൊ അതും റോങ് ആണ്. സ്റ്റേറ്റ്മെന്റ് ട്രൂ, പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെതാണ്. ഓക്കെ. ദെൻ എനി ഡൊണേഷൻ റിസീവ്ഡ് ഫോർ എ സ്പെസിഫിക് പർപ്പസ്. നമ്മൾ ക്ലാസ്സുകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യണം എന്ന് പറഞ്ഞൊരു ഏരിയ ആണ്. ഒരു സ്പെഷ്യൽ പർപ്പസ് ഫണ്ട് ഉണ്ടെങ്കിൽ ആ ഫണ്ട് റിലേറ്റ് ചെയ്യുന്ന എന്ത് ഇൻകം ഉണ്ടെങ്കിലും ആ ഫണ്ടിലേക്കാണ് നിങ്ങൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അത് നമ്മൾ പഠിച്ചതാണ് അല്ലെ. ആ ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് എക്സ്പെൻസ് ഉണ്ടെങ്കിലും ആ ഫണ്ടിൽ നിന്നാണ് അത് ഡിഡക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്താ ആൻസർ? എ ഡൊണേഷൻ റിസീവ്ഡ് ഫോർ എ സ്പെസിഫിക് പർപ്പസ്. സ്പെഷ്യൽ പർപ്പസ് ഫണ്ടിലേക്കാണ് ഡൊണേഷൻ കിട്ടിയതെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത് എങ്ങോട്ടാണ്? ആ സ്പെഷ്യൽ ഫണ്ടിലേക്കാണ്, റൈറ്റ്? ആ സ്പെഷ്യൽ ഫണ്ടിലേക്കാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ദെൻ ജനറൽ റിസർവ് ഈസ് എ ഇന്റേണൽ ലയബിലിറ്റി. എക്സ്റ്റേണൽ എന്ന് പറയുന്നത് ഔട്ട്സൈഡേഴ്സിന് കൊടുക്കാനുള്ളതാണ്. ജനറൽ റിസർവ് ഔട്ട്സൈഡേഴ്സിനുള്ളതാണ്. കണ്ടീൻജന്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ വരാണ്ടിരിക്കാനും ചാൻസ് ഉള്ള ലയബിലിറ്റി, അതല്ലല്ലോ. സോ ജനറൽ റിസർവ് ഈസ് എ ഇന്റേണൽ ലയബിലിറ്റി. അത് ഓണേഴ്സിനുള്ളതാണ്. സോ അതെന്താണ്? ഇന്റേണൽ ലയബിലിറ്റി ആണ്. ഓണറിൻ്റെതായത് ഇന്റേണൽ ലയബിലിറ്റി. ഓണർ പാർട്ട് ഓഫ് ബിസിനസ് ആണ് അല്ലെ. നെക്സ്റ്റ് വൺ നോക്കും, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബിസിനസ് ട്രാൻസാക്ഷൻ. ഈ പറയുന്നതിൽ ഏതാണ് ബിസിനസ് ട്രാൻസാക്ഷൻ അല്ലാത്തതെന്ന ചോദ്യം. ബോർഡ് ഫർണിച്ചർ ഓഫ് 15,000 ഫോർ ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. പെയ്ഡ് ഫോർ സാലറീസ് ഓഫ് എംപ്ലോയീസ് ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. പെയ്ഡ് സൺസ് ഫീസ് ഫ്രം ദ ബിസിനസ്, അതും ഡ്രോയിങ്സ് പറഞ്ഞിട്ട് കാണിക്കുക, ബട്ട് സ്റ്റിൽ ബിസിനസിന്റെ ട്രാൻസാക്ഷൻ ആണ്. ദെൻ പെയ്ഡ് സൺസ് ഫീ ഫ്രം പേഴ്സണൽ ബാങ്ക് അക്കൗണ്ട്, അത് ബിസിനസ്സുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. സൺസ് ഫീ ബിസിനസിന്റെ പാർട്ടല്ല, പേഴ്സണൽ അക്കൗണ്ടും ബിസിനസിന്റെ പാർട്ടല്ല. സോ ആൻസർ ഡി ആണ്.
Then at the end of the year, bad debts appeared in the trial balance. ഇത് കുറച്ച് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്, ശ്രദ്ധിച്ചോ. ഇവിടെ ബാഡ് ഡെബ്സ് ട്രയൽ ബാലൻസിൽ ഉണ്ടെങ്കിൽ സിംഗിൾ ട്രീറ്റ്മെന്റ്, അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിലാണ് രണ്ട് ട്രീറ്റ്മെന്റ്. അപ്പൊ ബാഡ് ഡെബ്സ് ട്രയൽ ബാലൻസിൽ ഉണ്ടെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് എത്ര? സിംഗിൾ ട്രീറ്റ്മെന്റും. അഡ്ജസ്റ്റ്മെന്റിലാണെങ്കിലോ രണ്ട് ട്രീറ്റ്മെന്റ് ആണല്ലേ. എന്താ ട്രീറ്റ്മെന്റ്? ബാഡ് ഡെബ്സ് ട്രയൽ ബാലൻസിൽ ഉണ്ടെങ്കിൽ ഒറ്റ സ്ഥലത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളത് ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഡെബിറ്റിലാണ്. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിലോ അത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ഡെപ്റ്റേഴ്സിനും ഡിഡക്ട് ചെയ്തായിട്ട് കാണിക്കുകയും ചെയ്യും, റൈറ്റ്. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റിലാണെങ്കിൽ രണ്ട് ട്രീറ്റ്മെന്റ് ഉണ്ട്, ട്രയൽ ബാലൻസിലാണെങ്കിൽ സിംഗിൾ ട്രീറ്റ്മെന്റ് ഉള്ളൂ. അതെന്താണ്? ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ഓക്കെ. ദ നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഐറ്റംസ് ആർ ഷോൺ ഇൻ ദ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്? എടാ ഏതാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്യുക അല്ലെങ്കിൽ ഷോൺ ചെയ്യാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒൺലി ഐറ്റംസ് ഓഫ് റവന്യൂ നേച്ചർ അല്ലല്ലോ, അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിന്റെ പ്രത്യേകതയാണ്. ഒൺലി ഐറ്റംസ് ഓഫ് റവന്യൂ നേച്ചർ പെർട്ടൈനിങ് ടു ദ പീരീഡ് ഓഫ് അക്കൗണ്ട്, അതും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറാണ്. റവന്യൂ നമ്മൾ റെക്കോർഡ് ചെയ്യുക അല്ലെ. ഇത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ പറഞ്ഞത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഒൺലി ഐറ്റംസ് ഓഫ് ക്യാപിറ്റൽ നേച്ചർ, അതുമല്ല. ബോത്ത് ദ ഐറ്റംസ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ നേച്ചർ വിച്ച് ആർ റിസീവ്ഡ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് അക്കൗണ്ട്സ് അല്ലെ. ഇതാണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. ക്യാപിറ്റൽ ഐറ്റവും റവന്യൂ ഐറ്റവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 30. ഇവിടെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിന്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, അത് നിങ്ങൾ പോയി കാണാട്ടോ. ഉറപ്പായിട്ട് അതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമ്മൾ PYQ സീരീസ് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിന്റെയും ഡിഫറൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ഉറപ്പായിട്ടും പോയിട്ട് അതൊന്ന് വാച്ച് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് നോക്ക്, സെയിൽസ്, ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്. എത്ര എമൗണ്ട്? 2,40,000, 36,000 and 45,000 respectively. If the rate of gross profit on cost of goods sold is 25%, then the amount of purchases will be. നമ്മളോട് പർച്ചേസ് കാണാനാണ് പറഞ്ഞത്, റൈറ്റ്. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, സെയിൽസ് ഉണ്ട്. അപ്പൊ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആദ്യം കാണാൻ പറ്റും. ആദ്യം നമ്മൾ എന്താ റെക്കോർഡ് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് കാണേണ്ടത്. എന്താ ഇക്വേഷൻ? സെയിൽസ് മൈനസ് GP. സെയിൽസ് മൈനസ് GP. സെയിൽസ് നമ്മളെ ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആണ് 2,40,000. സെയിൽസ് 2,40,000. GP എത്രയാണ്? 25% ഓൺ കോസ്റ്റ് എന്ന് പറയുന്നത്. അതിനെ സെയിൽസിലേക്ക് ആക്കാൻ നമുക്കറിയാലോ. നമ്മൾ PYQ സീരീസ് പാർട്ട് 2 അതിന്റെ ബോക്സ് തന്നെ വരച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ. നിങ്ങൾ എല്ലാവരും അത് നോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിലാണ് ഞാൻ പറയുന്നത്. കോസ്റ്റിന്റെ 25% പ്രോഫിറ്റ് എങ്കിൽ അത് സെയിൽസിന്റെ 20% ആയിരിക്കും അല്ലെ. നമ്മൾ പഠിച്ചതാണ് കോസ്റ്റിന്റെ 1/4 ആണ് പ്രോഫിറ്റ് എങ്കിൽ സെയിൽസിന്റെ എത്ര ആയിരിക്കും? 1/5. എടാ 25% അത്ര 1/4 ആണ്. 20% എത്ര? 1/5 ആണ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? കോസ്റ്റിൽ നിന്ന് സെയിൽസിലേക്ക് ആക്കുക. ഓക്കെ. അപ്പൊ നമ്മളെ ആൻസർ എത്രയാണ്? ഇതിന്റെ 20% എന്ന് പറഞ്ഞാൽ 48,000. അപ്പൊ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്ര കിട്ടും? 1,92,000. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാണ്? 1,92,000. എടാ സെയിൽസ് മൈനസ് GP ആണ്. ഇവിടെ എന്തുകൊണ്ട് 20% എടുത്തത്? കോസ്റ്റിന്റെ 25% എന്ന് പറയുന്നത് സെയിൽസിന്റെ എത്ര പെർസെന്റേജ് ആയിരിക്കും? 20% ആയിരിക്കും. ഓക്കെ അല്ലേ. ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വേറൊരു ഇക്വേഷൻ ഉണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് അവൈലബിൾ ആണ്, ക്ലോസിംഗ് സ്റ്റോക്ക് അവൈലബിൾ ആണ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അവൈലബിൾ ആണ്. അപ്പൊ എന്താ മിസ്സിങ്? പർച്ചേസ് മാത്രമാണ് അല്ലെ. അപ്പൊ എന്തായിരിക്കും ഇക്വേഷൻ? 1,92,000 ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? 36,000 പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതി അല്ലെ. 36,000 മൈനസ് 45 എന്ന് പറഞ്ഞാൽ എത്ര? മൈനസ് 9,000. അത് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് 9,000 ആവും. സോ യു വിൽ ഗെറ്റ് 2,01,000. ഇതാണ് പർച്ചേസിന്റെ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ. 2,01,000 ആണ്. നെക്സ്റ്റ് വൺ, ദ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ഷോസ് അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ 6,000 ആൻഡ് കറന്റ് ഇയർ സബ്സ്ക്രിപ്ഷൻ 44,500. എടാ നമ്മൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സിന്റെ റെസിപ്റ്റ് സൈഡിലെ അഡ്വാൻസ് ആയിട്ട് 6,000 കാണിക്കുന്നുണ്ട്. ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ 44,500 ആണ് കിട്ടിയെന്ന് കാണിക്കുന്നുണ്ട്. If outstanding subscription of 4,500, then how much amount of subscription to be credited in the income and expenditure? Income and expenditure നമ്മൾ ഏത് വാല്യൂ ക്രെഡിറ്റ് ചെയ്യുക? സബ്സ്ക്രിപ്ഷൻ ഫോർ ദ ഇയർ ആണ്. ഇക്കൊല്ലത്തെ സബ്സ്ക്രിപ്ഷൻ മാത്രമാണ്, റൈറ്റ്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുക? ഓൾറെഡി റിസീവ് ചെയ്തെത്രയാണ്? 44,500. ഇനി ഈ വർഷം കിട്ടാനുള്ള എത്രയാണ്? 4,500. അപ്പൊ ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ എത്ര? 49,000. ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ 49 ഉള്ളൂ. 6,000 അഡ്വാൻസ് ആണ്, അത് ഈ വർഷത്തതല്ല. അപ്പൊ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ കറന്റ് ഇയർ സബ്സ്ക്രിപ്ഷൻ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ അല്ലെ. കറന്റ് ഇയർ റിസീവ്ഡ് അല്ല, റിസീവ് ചെയ്യാനുള്ളതും റിസീവബിൾസും നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അതുകൊണ്ടാണ് 44,500ലേക്ക് ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്ത് 49,000 നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് നോക്ക്,
സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ പാർട്ട് 1 ചെയ്തിട്ടുണ്ട്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആണ്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് ക്യാഷ് ബേസിസും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്രൂവൽ ബേസിസുമാണ്. ദെൻ ക്യാഷ് ബുക്ക് ഈസ് ബോത്ത് എ ജേർണൽ ആൻഡ് എ ലെഡ്ജർ. ഇതും റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതും നമ്മൾ PYQ സീരീസിൽ നിങ്ങൾക്ക് കാണാം. ദെൻ വെൻ എ ചെക്ക് ഈസ് റിസീവ്ഡ് ആൻഡ് ഇറ്റ് ഹാസ് ബീൻ ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് അറ്റ് എ ലേറ്റർ ഡേറ്റ്. ചെക്ക് റിസീവ് ചെയ്യുന്നത് ഒരു ഡേറ്റിലും അത് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ലേറ്റർ ഡേറ്റിലും ആണെങ്കിൽ റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ക്യാഷ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കസ്റ്റമർ ഓർ ഡെപ്റ്റർ. ഇനി അത് ബാങ്കിലേക്ക് കൊടുക്കുമ്പോൾ ബാങ്ക് ബാലൻസ് കൂടും, ക്യാഷ് ആണ് കുറയുക. സോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. സോ then on the later date the cash account will be credited. Bank account debtor to cash എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് റെക്കോർഡ് ചെയ്യുക. നെക്സ്റ്റ് സെയിം റിപ്പീറ്റഡ് ആണ്. ഫിക്സഡ് അസറ്റ്സ് പറഞ്ഞാൽ എന്താ? കെപ്റ്റ് ഇൻ ദ ബിസിനസ് ഫോർ യൂസ് ഓവർ എ ലോങ് ടൈം. ഫിക്സഡ് എന്ന് പറഞ്ഞാൽ ലോങ് ടൈം യൂസ് ചെയ്യേണ്ടതാണ്. സോ അത് കറക്റ്റ് ആണ്. മീൻ ഫോർ റീസെൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് തെറ്റാണ് അല്ലെ. മീൻ ഫോർ കൺവേർഷൻ ഇൻ ടു ക്യാഷ് ആസ് ക്വിക്ലി ആസ് പോസിബിൾ, പെട്ടെന്ന് ക്യാഷ് ആക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല. സോ ഫസ്റ്റ് ആൻസർ ആണ് കറക്റ്റ്. ഇത് റിപ്പീറ്റഡ് ആണ്, നമ്മൾ ഇതിന്റെ മുമ്പുള്ള PYQയിലും കണ്ടിട്ടുണ്ട്. ദെൻ ദ മാനുഫാക്ചറിങ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ്. നമുക്കറിയാം മാനുഫാക്ചറിങ് കൺസേൺസ് അല്ലെങ്കിൽ അവരെ ഫേം എന്ത് ചെയ്യുന്നുണ്ട്, ട്രേഡിങ്ങിന് മുമ്പ് മാനുഫാക്ചറിങ് അക്കൗണ്ട് ഉണ്ടാക്കും. മാനുഫാക്ചറിങ്, ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. അങ്ങനെയാണ് മാനുഫാക്ചറിങ് കമ്പനീസ് എന്ത് ചെയ്യുന്നത്, അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ. അപ്പൊ മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്തിനാ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? ട്രേഡിംഗ് അക്കൗണ്ട് എന്തിനാ? ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ. പ്രോഫിറ്റ് ആൻഡ് ലോസോ? നെറ്റ് പ്രോഫിറ്റ് കാണാൻ. മാനുഫാക്ചറിങ് അക്കൗണ്ടോ? സിമ്പിൾ ആണ്. ടു അസർട്ടൈൻ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ഗുഡ്സ് പ്രൊഡ്യൂസ് ആണോ? അല്ല. മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അവിടെ പ്രോഫിറ്റോ ലോസോ സംഭവിക്കുന്നില്ല, കാരണം അവിടെ സെയിൽസ് ഇല്ലല്ലോ. ദെൻ എന്തിനാ? ടു അസർട്ടൈൻ ദ കോസ്റ്റ് ഓഫ് മാനുഫാക്ചർഡ് ഗുഡ്സ്. വെരി ഗുഡ്, അതാണ് ആൻസർ. ഓക്കെ, ടു അസർട്ടൈൻ ദ കോസ്റ്റ് ഓഫ് ദ മാനുഫാക്ചർഡ് ഗുഡ്സ്. അവിടെ മാനുഫാക്ചർഡ് ഗുഡ്സിന്റെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യണം, എന്നിട്ട് അത് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ബ്രോ ഡൗൺ ചെയ്യും. റൈറ്റ്. അപ്പൊ മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്തിനാ? മാനുഫാക്ചർ ചെയ്ത ഗുഡ്സിന്റെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യണം. അവിടെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ കഴിയില്ല, കാരണം സെയിൽസ് ഇല്ലല്ലോ, മാനുഫാക്ചറിങ് മാത്രമല്ല സംഭവിക്കുന്നുള്ളൂ. റൈറ്റ്. സോ അത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു അസർട്ടൈൻ ദ കോസ്റ്റ് ഓഫ് മാനുഫാക്ചർഡ് ഗുഡ്സ്. ഓക്കെ. ദ നെക്സ്റ്റ് വൺ, mention the net amount of inflow or outflow in cash flow statement when a fixed asset having a book value of 2 lakh and accumulated depreciation of 1,20,000 is sold at a loss of 25% on cost. അപ്പോൾ അസറ്റിന്റെ റേറ്റ് എത്ര? 2 ലക്ഷം അല്ലെ. എത്ര ഡിപ്രീസിയേറ്റഡ് ആയിട്ടുണ്ട്? 1,20,000 ഡിപ്രീസിയേറ്റഡ് ആയിട്ടുണ്ട്. സോ 2 ലക്ഷത്തിന് വാങ്ങിയ അസറ്റ് 1,20,000 ഓൾറെഡി ഡിപ്രീസിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ ഇപ്പൊ എത്രയേ ഉണ്ടാവുള്ളൂ? 80,000 ഉണ്ടാവുള്ളൂ അല്ലെ. ആ 80,000 വാല്യൂ വരുന്ന അസറ്റ് നമ്മൾ വിറ്റത് എങ്ങനെയാണ്? 25% ലോസിലാണ്. റൈറ്റ്. അപ്പോൾ 25% എന്ന് പറഞ്ഞാൽ 20,000. അപ്പൊ നമുക്ക് കിട്ടിയ എമൗണ്ട് എത്ര? 60,000 ആണ് നമ്മളെ ഇൻഫ്ലോ. റൈറ്റ്. അപ്പൊ നമുക്ക് റിസീവ് ചെയ്ത എമൗണ്ട് എത്രയാണ്? 60,000 ആണ്. സോ ഇൻഫ്ലോ ആണ്, കാരണം സെയിലാണ്, സെയിൽ ചെയ്ത ക്യാഷ് കിട്ടുക ചെയ്യുക. സോ ഇൻഫ്ലോ ഓഫ് 60,000 ആണ് നമ്മളുടെ ആൻസർ. ദെൻ എൻഡോമെന്റ് ഫണ്ട് ഈസ് ടു ബി ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ് അല്ലെ. എല്ലാ സ്പെഷ്യൽ പർപ്പസ് ഫണ്ടും, ടൂർണമെന്റ് ഫണ്ട്, മാച്ച് ഫണ്ട്, എൻഡോമെന്റ് ഫണ്ട്, എന്തും ആയിക്കോട്ടെ, നിങ്ങൾ ഈ ടേം കാണുന്നുണ്ടെങ്കിൽ ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചാൽ മതി. ഓക്കെ. ദ നെക്സ്റ്റ് വൺ, 15,000 was outstanding at the beginning of the year towards subscription and 25,000 still outstanding at the end of the year. ഇത് നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഒരു കാൽക്കുലേഷൻ ഉണ്ട് അല്ലെ. എങ്ങനെയാണ് സബ്സ്ക്രിപ്ഷൻ ഫോർ ദ ഇയർ കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എങ്ങനെ കാണാന്നുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. വളരെ നോർമൽ ആയിട്ട് എല്ലാ PYQയിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സബ്സ്ക്രിപ്ഷൻ ഫോർ ദ ഇയർ കാണാൻ, അല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ ഏത് വാല്യൂ റെക്കോർഡ് ചെയ്യാൻ. അപ്പൊ നമ്മൾ പഠിച്ചത് എന്താ? സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ എടുക്കണം. അതിവിടെ 1 lakh ആണ്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ 1 lakh ആണ്. അതിലേക്ക് ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യണം. ഔട്ട്സ്റ്റാൻഡിങ് എഴുതി എൻഡ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഔട്ട്സ്റ്റാൻഡിങ് എഴുതി എൻഡ് എത്ര? 25,000, കാരണം അത് ആ വർഷത്തതാണ്. ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ് ലെസ് ചെയ്യണം, കാരണം അത് ഈ വർഷത്തതല്ല, പക്ഷെ അത് റിസീവ് ചെയ്തതിലുണ്ടാവും. റൈറ്റ്. സോ യു വിൽ ഗെറ്റ് എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ ടു ബി റെക്കോർഡഡ് ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. എത്രയാണ്? 1,10,000. അപ്പൊ ഏത് വാല്യൂ ആണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ എടുക്കേണ്ടത്? 1,10,000. അതിനാണ് സബ്സ്ക്രിപ്ഷൻ ഫോർ ദ ഇയർ എന്ന് പറയാം. ഓക്കെ. ദെൻ AS16 ഡീൽസ് വിത്ത്. എടാ AS16 എന്ത് പറഞ്ഞിട്ടാണ് ഡീൽ ചെയ്യുന്നത്? ഏത് ഐറ്റാ ഡീൽ ചെയ്യുന്നത്? നമുക്കറിയാം ബോറോയിങ് കോസ്റ്റ് അല്ലെ. AS16 ഡീൽസ് ബോറോയിങ് കോസ്റ്റ്. ബോറോയിങ് കോസ്റ്റ് ആണ് AS16 എന്ത് ചെയ്യുന്നത്? ഡീൽ ചെയ്യുന്നത്. ഓക്കെ അല്ലേ. നമ്മൾ കുറച്ച് ASകൾ പഠിച്ചു വെക്കണം. AS10 PPE ആണ്. AS10 പഠിച്ചു വെക്കണേ.
ഇവിടെ AS10 PPE ആണ്, AS1 ഡിസ്ക്ലോഷർ ആണ്, AS2 ഇൻവെന്ററീസ് ആണ്, AS3 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ കുറച്ച് ASകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന AS10 PP നമ്മൾ ലാസ്റ്റ് 2 PYQലും കണ്ടിട്ടുണ്ട്. AS16 ഇവിടെ ചോദിച്ചിട്ടുണ്ട്, ബോറോയിങ് കോസ്റ്റ്. AS1 ഡിസ്ക്ലോഷർ ചോദിച്ചിട്ടുണ്ട്. AS3 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ചോദിക്കാറുണ്ട്. സോ അങ്ങനത്തെ AS കുറച്ച് അതിന്റെ പേരുകൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. Then receipts and payments account generally begins with receipts and payments on a cash book ആണ്, right? Real account ആണ്. So generally begins with debit balance. Next one നോക്ക്, which of the following is a type of cash book? ഏതാണ് ക്യാഷ് ബുക്കിന്റെ ടൈപ്സ് എന്ന് ചോദിക്കുന്നുണ്ട്. സിംഗിൾ കോളം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡബിൾ കോൾ ഉണ്ട്, ട്രിപ്പിൾ കോൾ ഉണ്ട്. സോ ഈസി ആണ് ക്വസ്റ്റ്യൻ. ഓൾ ഓഫ് ദി എബോ ആണ് അല്ലെ, എല്ലാം ക്യാഷ് ബുക്കിന്റെ ടൈപ്സ് ആണ്. സോ ഓൾ ഓഫ് ദി എബോ ആണ്. Then debit was comes into business and credit was got out of business. ഇത് ഏത് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഗോൾഡൻ റൂളാണ്? നമ്മൾ പഠിച്ചതാണ് റിയൽ അക്കൗണ്ട് അല്ലെ. റിയൽ അക്കൗണ്ട് അസറ്റുമായി ബന്ധപ്പെട്ടതാണ്. ഡെബിറ്റ് വാർഡ് കംസ് ഇൻ, ക്രെഡിറ്റ് വാർഡ് ഗോസ് ഔട്ട്. നോമിനൽ അക്കൗണ്ട് എന്താ? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഇതാണ് നോമിനൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ടോ? ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ഇതാണ് പേഴ്സണൽ അക്കൗണ്ടിന്റെ ഗോൾഡൻ റൂൾ. അപ്പൊ ഇത് മൂന്നും അവിടെ നോട്ട് ചെയ്ത് വെക്കുക. റിയൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് വാർഡ് comes into business and credit what goes out of business. Then nominal account debit all expenses and losses, credit all incomes and gains. On note here, personal account debit the receiver, credit the giver. Okay, next one, which of the following in the AS is related to statement of cash flow? AS3 ആണ്, പക്ഷെ in the AS എന്ന് പറഞ്ഞാൽ എന്താ? IFRSുമായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ് അല്ലെ, ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ് ഇന്ത്യസ് എന്ന് പറയുന്നത്. AS എന്ന് പറയുന്നത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ ഇതിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോ ഏതിലാണ് പറയുന്നത്? AS 7 ആണ്. ഇതൊന്നും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ക്യാഷ് ഫ്ലോയുമായി ബന്ധപ്പെട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3ഉം ഇന്ത്യൻ AS 7ഉം എന്നാണ് അത് എന്ത് ചെയ്യുന്നത്, അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ IFRSൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഏതിലാണ്? ഇന്ത്യ 7 എന്നുള്ളതിലാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ദെൻ ഓപ്പണിംഗ് എൻട്രി ഈസ് പാസ്ഡ് ഇൻ journal proper, closing entry journal proper, rectification entry journal proper, adjustment entry journal proper. ഇതെല്ലാം എവിടെ റെക്കോർഡ് ചെയ്യുക? ജേർണൽ പ്രോപ്പറിലാണ്. സെയിൽസ് ഓർ പർച്ചേസ് ഡേ ബുക്കിൽ നമുക്കറിയാം ഗുഡ്സുമായി ബന്ധപ്പെട്ടത് റെക്കോർഡ് ചെയ്യുള്ളൂ. ക്യാഷ് ബുക്കിലല്ല, ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണ്, റൈറ്റ്? സോ ഓപ്പണിംഗ് എൻട്രി എവിടെ റെക്കോർഡ് ചെയ്യുക? ജേർണൽ പ്രോപ്പറിലാണ്. എന്താ ഓപ്പണിംഗ് എൻട്രി? നമുക്കറിയാലോ, അസറ്റ്സും ലാബിലിറ്റീസും ക്യാപിറ്റലും നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത് അല്ലെ. ആ ഇയർ ഓപ്പൺ ചെയ്യുന്ന എൻട്രിയാണ് അസറ്റ്സ് അക്കൗണ്ട് ഡെറ്റ് ടു ലാബിലിറ്റീസ് ടു ക്യാപിറ്റൽ ഇൻഡിവിജ്വലി റെക്കോർഡ് ചെയ്യുക. ഓക്കെ, ദെൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ ദ ബേസിസ് ഓഫ്. ഇവിടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്ത് ബേസിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്? എന്തൊക്കെ ഐറ്റംസ് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ കറന്റ് ഇയർ നിർബന്ധമായിട്ടും നമുക്ക് വേണം. ബാലൻസ് ഷീറ്റ് ഓഫ് ദ പ്രീവിയസ് ആൻഡ് കറന്റ് ഇയർ അതും നമുക്ക് വേണം. എന്നാലേ ഷെയർസ് കൂടിയിട്ടുണ്ടോ, അതുപോലെ തന്നെ ഡിബെഞ്ചേഴ്സിന്റെ റീപേയ്മെന്റ്, ലോണിന്റെ റീപേയ്മെന്റ്, ഇതെല്ലാം നമുക്ക് മനസ്സിലാവണമെങ്കിൽ 2 ഇയറിലെ ബാലൻസ് ഷീറ്റ് നമുക്ക് തരണം, റൈറ്റ്? അതുപോലെ 1 ഇയറിലെ പ്രോഫിറ്റ് ആൻഡ് ലോസും തരണം. അപ്പോൾ ആൻസർ എന്താണ്? ബോത്ത് A and B ആണ്. Then if the total source of fund are 12 lakh and total application of fund are 12 lakh 50 ആണ്. ഇവിടെ സോഴ്സ് 12 lakhsഉം ആപ്ലിക്കേഷൻ എത്രയാണ്? 12 lakh 50 ആണ്. 12 lakh 50 എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ കൂടുതലാണ്, സോഴ്സ് 12 lakhsേ ഉള്ളൂ. നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, സോഴ്സ് കുറയാന്ന് പറഞ്ഞാൽ അത് നമ്മൾ എവിടെ നിന്ന് എടുക്കും? വർക്കിംഗ് ക്യാപിറ്റൽ ആ ഫണ്ട് എടുക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്യാഷ് കുറയൂലേ. സോ അവിടെ ഡിഗ്രീസ് ആണ് സംഭവിക്കുക. വർക്കിംഗ് ക്യാപിറ്റൽ എന്താവും? ഡിഗ്രീസ് ആവും അല്ലെ. സോഴ്സ് കൂടുതലും ആപ്ലിക്കേഷൻ കുറവാണെങ്കിൽ ബാലൻസ് ക്യാഷ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് മാറ്റി വെക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? ഇൻക്രീസ് ആണ്. അപ്പൊ പാർട്ട് 1ലെ ക്വസ്റ്റ്യൻ തിരിച്ചായിരുന്നു. സോഴ്സ് കൂടുതലും ആപ്ലിക്കേഷൻ കുറവായിരുന്നു. എവിടെ? PYQ സീരീസ് പാർട്ട് 1ൽ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെയാണ്. സോഴ്സ് കൂടുതൽ, ആപ്ലിക്കേഷൻ കുറവ്. അപ്പോൾ ബാലൻസ് നമ്മൾ എന്ത് ചെയ്ത് വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് അപ്ലൈ ചെയ്ത് അവിടെ ഇൻക്രീസ് ആയി അല്ലേ. ഇവിടെ ആപ്ലിക്കേഷൻ കൂടുതലാണ്, അപ്പോൾ ക്യാഷ് ബാലൻസ് കുറയല്ല ചെയ്യുക, വർക്കിംഗ് ക്യാപിറ്റൽ എന്താവും? കുറയും. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞിട്ട് ചെയ്താൽ ഡിഗ്രീസ് ബൈ 50,000. ആൻസർ എന്താണ്? ഡിഗ്രീസ് ബൈ 50,000. ഓക്കെ അല്ലേ. നെക്സ്റ്റ് നോക്ക്, ദ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ ടേംസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ്. എങ്ങനെയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? 3 ആക്ടിവിറ്റീസ് ആയിട്ടാണ്: ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ് ആൻഡ് ഫൈനാൻസിങ്. അതിൽ നമുക്ക് ഡൗട്ട് ഉണ്ടാവില്ല, എല്ലാ കൊല്ലവും അത് ചോദിക്കുന്നുണ്ട്. ആൻഡ് ആക്ടിവിറ്റി ദാറ്റ് ഫോൾസ് അണ്ടർ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ഇൻ ദ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. നമ്മളിപ്പോൾ പറയുന്നതിൽ ഏതാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ വരാന്നുള്ളതാണ്. ദ ഇൻട്രസ്റ്റ് ദാറ്റ് ഈസ് പെയ്ഡ് ഓൺ ടേം ഡെപ്പോസിറ്റ് ബൈ എ ബാങ്ക്. എടാ, ബാങ്ക് എന്ത് ചെയ്തു? ഇൻട്രസ്റ്റ് പേ ചെയ്തു. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റ് ഓപ്പറേറ്റിംഗിന്റെ പാർട്ടാണ്. യെസ് ഓർ നോ? എടാ, ബാങ്ക് ഡീൽ ചെയ്യുന്ന ഡേ ടു ഡേ ഓപ്പറേറ്റിംഗ് എന്താ അല്ലെ? അവർ ഈ ലോൺ എടുക്കുന്ന ആളിൽ നിന്ന് ഇൻട്രസ്റ്റ് കളക്ട് ചെയ്യും, ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യും, റൈറ്റ്? അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഡേ ടു ഡേ ഓപ്പറേറ്റിംഗിന്റെ പാർട്ടായിട്ടുള്ള ഒരു സംഗതിയാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സോ അതെന്തായാലും ഓപ്പറേറ്റിംഗ് ആണ്.
ബാങ്കിന്റെ പോയിന്റ് ഓഫ് വ്യൂ അത് ഓപ്പറേറ്റിംഗ് ആണ്. ഓക്കെ, ദ പർച്ചേസ് ഓഫ് ഓൺ ഡിബെഞ്ചർ അത് ഫൈനാൻസിങ് ആണ് ഡിബെഞ്ചർ വരുന്നത്. ദ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്താണ്? ഫൈനാൻസിങ് ആണ്. ദ സെയിൽ ഓഫ് ഓഫീസ് ഫർണിച്ചർ എന്താണ്? ഇൻവെസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ബാങ്കിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് അത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. നമ്മളെ സാധാ ഒരു ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ അത് ഫൈനാൻസിങ് ആക്ടിവിറ്റിയിലാണ് വരാം. ഓക്കെ, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലാണ് വരാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ, ഇൻട്രസ്റ്റ് നമ്മൾ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലാണ് വരാം. റൈറ്റ്, നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫൈനാൻസിങ് ആക്ടിവിറ്റിയിലാണ് വരാം. പക്ഷെ ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവർ ഓപ്പറേറ്റിംഗ് എന്താണ്? ഈ ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആണ്. റൈറ്റ്, സോ അവർക്ക് അതെന്താണ്? ഓപ്പറേറ്റിംഗ് ആണെന്ന് മനസ്സിലാക്കുക. കൺഫ്യൂഷൻ വേണ്ട കേട്ടോ. കാരണം നമ്മൾ ക്ലാസ്സുകളിൽ നിരന്തരം പറയുന്നതാണ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് എന്തിന്റെ അണ്ടറിലാ? ഇൻവെസ്റ്റിംഗും ഫൈനാൻസിംഗും ആണ് ഓപ്പറേറ്റിംഗിലെല്ലാം. അത് നോർമൽ ബിസിനസ്സിലാണ്. ബാങ്കിന്റെ പോയിന്റ് ഓഫ് വ്യൂ വരുമ്പോൾ അത് ഓപ്പറേറ്റിംഗ് ആണ്. റൈറ്റ്, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. നെക്സ്റ്റ് നോക്ക്, ദ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ദ ടേം ഫണ്ട് റെഫേഴ്സ് ടു, ഇതും നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളത്. ഫണ്ട് ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് എന്തിന്റെ മുകളിലാണ്? വർക്കിംഗ് ക്യാപിറ്റലിന്റെ ചേഞ്ച് ആണ്. റൈറ്റ്, സോ ഫണ്ട് റെഫർ ചെയ്യുന്നത് ഇവിടെ എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. ഓക്കെ, then if the net profit of the period is 13,30,000 after charging depreciation 1,75,000, then fund from operation. അവിടെ ഓപ്പറേഷൻ നമുക്ക് എത്ര ഫണ്ട് കിട്ടി? ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നോൺ ക്യാഷ് ആയിട്ടാണ്. ഫണ്ട് കുറയുന്നുണ്ടോ? ഇല്ല. സോ അത് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. അപ്പൊ ഈ 13,30,000 ഈ 1,75,000 എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ആണ് 15,05,000. ആഡ് ചെയ്യണം. നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷന്റെ സ്റ്റേറ്റ്മെന്റ് പഠിച്ചതല്ലേ? നെറ്റ് പ്രോഫിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്യും. അതിൽ ആഡ് ബാക്ക് ചെയ്യാനാണ് മെജോറിറ്റി. ഡിപ്രീസിയേഷൻ ഉണ്ട്, അമോർട്ടൈസേഷൻ ഉണ്ട്, ട്രാൻസ്ഫർ ടു റിസർവ് ഉണ്ട്, ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ് ഉണ്ട്, പ്രൊവിഷൻ ഫോർ ടാക്സ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് പെയ്ഡ് ഉണ്ട്. അത് നോൺ ക്യാഷ് അല്ല, നോൺ ഓപ്പറേറ്റിംഗ് ആയതുകൊണ്ടാണ്. പിന്നെ എന്തൊക്കെ ലെസ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്? പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ് ഓർ ഇൻവെസ്റ്റ്മെന്റ്, ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് റിസീവ്ഡ്, ഇതൊക്കെ നമ്മൾ ലെസ് ചെയ്യണം. ഇതൊന്നും എന്തല്ല? നോൺ ഓപ്പറേറ്റിംഗ് ആണ്, ഓപ്പറേറ്റിംഗിന്റെ പാർട്ട് അല്ല. ഇത്രയും ചെയ്താൽ വിൽ ഗെറ്റ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഞാൻ ജസ്റ്റ് ആ ഫോർമാറ്റ് പറഞ്ഞെന്നുള്ളൂ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, നമ്മൾ ക്ലാസ്സുകളിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നോക്ക്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ഫൈനാൻസിങ് ആക്ടിവിറ്റി? എടാ, ഫൈനാൻസിങ് ആക്ടിവിറ്റിന്റെ എക്സാമ്പിൾ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. റൈറ്റ്, ഫസ്റ്റ് വൺ നോക്ക്, റീപേയ്മെന്റ് ഓഫ് ബാങ്ക് ലോൺ ഫൈനാൻസിങ് ആണ്. റീപേയ്മെന്റ് ഓഫ് ലോൺ, റീപേയ്മെന്റ് ഓഫ് ഡിബെഞ്ചർ, റിഡംഷൻ ഓഫ് ഷെയർസ്, ഇതെല്ലാം ഫൈനാൻസിങ് ആണ്. റൈറ്റ്, ഇഷ്യൂ ഓഫ് ഷെയർസ് 8,50,000 ടു മെഷീനറി വെണ്ടർ. റൈറ്റ്, എടാ നമ്മളൊരു മെഷീനറി പർച്ചേസ് ചെയ്തിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്ത്, ഇവിടെ എന്തില്ല? നോ ഫ്ലോ ഫണ്ട് ആണ് അല്ലെ. ഇത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലും എടുക്കാൻ പാടില്ല, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലും എടുക്കാൻ പാടില്ല. സെയിം ക്വസ്റ്റ്യൻ നമ്മൾ പാർട്ട് 1 എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇഷ്യൂ ഓഫ് ഷെയർസ് ടു മെഷീനറി വെണ്ടർ എന്നൊക്കെ കാണുകയാണെങ്കിൽ ഒരു അസറ്റ് പർച്ചേസ് ചെയ്തിട്ട് ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തില്ല? ക്യാഷ് ഫ്ലോ ഇല്ല, ഫണ്ട് ഫ്ലോ ഇല്ല. ഇത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലും എടുക്കാൻ പാടില്ല, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലും എടുക്കാൻ പാടില്ല. ഓക്കെ അല്ലേ? സോ ഇതെന്തല്ല? ഫൈനാൻസിങ് ആക്ടിവിറ്റിന്റെ എക്സാമ്പിൾ അല്ല. ഡിവിഡൻഡ് പെയ്ഡ് ഫൈനാൻസിങ് ആണ്, ഡിബെഞ്ചർ ഇഷ്യൂഡ് ഫൈനാൻസിങ് ആണ്. ലോൺ, ഡിബെഞ്ചർ, ഷെയർസ്, ഡിവിഡൻഡ് പെയ്ഡ് ഇതെല്ലാം ഫൈനാൻസിങ് ആണ്. ഇഷ്യൂ ഓഫ് ഷെയർസ് ഫൈനാൻസിങ് ആണ്, ബട്ട് അവിടെ എക്സ്ചേഞ്ച് ആണ് അസറ്റുമായിട്ടെങ്കിൽ പാടില്ല, കാരണം അവിടെ ഫ്ലോ ഓഫ് ഫണ്ട് ഇല്ല. നെക്സ്റ്റ് നോക്ക്, ഫിക്സ്ഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ടേൺ ഓവർ റേഷ്യോ എന്ന് കാണുകയാണെങ്കിൽ നമുക്ക് ഡൗട്ട് വേണ്ടത് ആക്ടിവിറ്റി റേഷ്യോ ആണ്. ആക്ടിവിറ്റി റേഷ്യോ ഇസ് ഓൾസോ നോൺ ആസ് ടേൺ ഓവർ റേഷ്യോ. ഇപ്പൊ ടേൺ ഓവർ റേഷ്യോ എന്ന് കാണുന്നുണ്ടെങ്കിൽ അത് ആക്ടിവിറ്റി റേഷ്യോ ആണ്. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. പ്രോഫിറ്റബിലിറ്റി അല്ല, ലോങ് ടേം അല്ല, ഷോർട്ട് ടേം അല്ല. ഫിക്സ്ഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ആക്ടിവിറ്റി ആണ്. റൈറ്റ്, ആൻഡ് ഐഡിയൽ കറണ്ട് റേഷ്യോ ഈസ്, നമുക്ക് ഐഡിയൽ റേഷ്യോ വളരെ കുറഞ്ഞ ഐറ്റത്തിന് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അതിലൊന്ന് കറണ്ട് റേഷ്യോ ആണ്, 2:1 ആണ്. ദെൻ ലിക്വിഡ് റേഷ്യോ 1:1 ആണ്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 2:1 ആണ്. നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കുക. സൂപ്പർ ക്യുക്ക് റേഷ്യോ 0.5:1 ആണ്. ഇങ്ങനെ ഒരു 4 ഐഡിയൽ റേഷ്യോ നിങ്ങൾ നോട്ട് ചെയ്യുക. കറണ്ട് റേഷ്യോ 2:1, ലിക്വിഡ് റേഷ്യോ 1:1, അതുപോലെ തന്നെ സൂപ്പർ ക്യുക്ക് റേഷ്യോ എന്ന് പറയുന്നത് 0.5:1 ആണ്. ഡെപ്റ്റ് ഇക്വിറ്റി 2:1 ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്ക്, ഇഫ് കറണ്ട് റേഷ്യോ ഈസ് 2.5:1, liquidity ratio is 1.5:1. If the working capital is 3,60,000, then current liabilities. എടാ സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അവിടെ കറണ്ട് അസറ്റ് വിൽ ബി എന്നാണ് ചോദിച്ചത്. കറണ്ട് അസറ്റ് എത്ര എന്നാണ് ചോദിച്ചത്. സെയിം ക്വസ്റ്റ്യൻ ഇവിടെ എന്താ ചോദിക്കുന്നത്? കറണ്ട് ലാബിലിറ്റി എത്ര എന്നാണ്. അപ്പൊ രണ്ടും ചോദിച്ചല്ലേ. പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ അവിടെ കറണ്ട് അസറ്റ് എത്രയാണെന്ന് ചോദിച്ചു. പാർട്ട് 3 നമ്മൾ ചെയ്യുമ്പോൾ അവിടെ കറണ്ട് ലാബിലിറ്റി എത്ര എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. റൈറ്റ്, അപ്പൊ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഇക്വേഷൻ അറിയാം. നമ്മൾ അന്ന് ചെയ്ത അതേ ഇക്വേഷൻ ആണ് എടുക്കുന്നത്. CA - CL ആണ് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഇക്വേഷൻ. വർക്കിംഗ് ക്യാപിറ്റൽ 3,60,000 ആണെന്ന് നമുക്കറിയാം. CA എത്രയാണ്? 2.5x.
സി എന്ന് പറയുന്നത് 2.5x ആണ്. സി എല്ലിന് നമ്മൾ 1x എടുക്കുക അല്ലെ. ഇവർ തമ്മിലുള്ള റേഷ്യോ എത്ര? 2.5:1 അല്ലേ. സോ 2.5 റെപ്രസെന്റ് ചെയ്യുക സി എൻ ആണ്, 1 റെപ്രസെന്റ് ചെയ്യുക സി എൽ ആണ്. നിങ്ങൾ പഠിച്ചു വെക്കുക, ലിക്വിഡിറ്റി റേഷ്യോയില് കറന്റ് ലാബിലിറ്റീസ് ഈസ് ഓൾവേസ് 1. കറന്റ് ലാബിലിറ്റി ഓൾവേസ് 1 ആയിരിക്കും. ഒരു ഡൗട്ടും അതിൽ വേണ്ട, റൈറ്റ്. സോ 1x എന്ന് പറയുന്ന എമൗണ്ട് നമുക്കറിയില്ല, അതിനെ എക്സ് ആയിട്ട് നമ്മൾ കൊടുത്തതാണ്. ഇപ്പോൾ 1x അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്നത് കറന്റ് ലാബിലിറ്റി ആണ് അല്ലേ. സോ ആൻസർ എത്രയായിരിക്കും? 3,60,000 ഈസ് ഈക്വൽ ടു 1.5x. 1.5x. എക്സ് അപ്പം എത്രയായിരിക്കും? എക്സ് ഈസ് ഈക്വൽ ടു 3,60,000 ഡിവൈഡഡ് ബൈ 1.5. 2,40,000. 2,40,000 ആണ് എക്സ്. എക്സ് ആണ് കറന്റ് ലയബിലിറ്റി. 1x അല്ലേ കറന്റ് ലയബിലിറ്റി. സോ ആൻസർ എത്രയാണ്? 2,40,000, റൈറ്റ്. നെക്സ്റ്റ് നോക്ക്, ക്ലോസിംഗ് ഇൻവെന്ററി തന്നിട്ടുണ്ട് 14 lakhs. ക്ലോസിംഗ് ഇൻവെന്ററി എത്രയാണ്? 14 lakhs. ലിക്വിഡ് അസറ്റ് 70 lakhs. ഇഫ് ദ കറന്റ് ലയബിലിറ്റി is 35 lakhs, then വർക്കിംഗ് ക്യാപിറ്റൽ വിൽ ബി അഗെയിൻ. ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ ഇക്വേഷൻ നമുക്കറിയാലോ, നമ്മൾ തൊട്ട് മേലെ ആ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളൂ, കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റി അല്ലേ. അപ്പൊ കറന്റ് അസറ്റ് എങ്ങനെ കാണാം? ലിക്വിഡ് അസറ്റിൽ ഇൻവെന്ററി ഇൻക്ലൂഡഡ് അല്ല. ഇപ്പൊ ലിക്വിഡ് അസറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇൻവെന്ററിയും കൂടി ആഡ് ചെയ്യണം. സോ 70 lakhs പ്ലസ് 14 lakhs യു വിൽ ഗെറ്റ് 84 lakhs. 84 lakhs ആണ് എന്ത്? കറന്റ് അസറ്റ്. കറന്റ് ലയബിലിറ്റി എത്രയാണ്? 35 lakhs. ഇപ്പൊ നമ്മളെ ആൻസർ എത്ര വരുന്നത്? 49 lakhs. 49 lakhs ആണ് വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ? വർക്കിംഗ് ക്യാപിറ്റൽ ഇക്വേഷൻ ക്ലിയർ അല്ലേ? റിപ്പീറ്റഡ് ആയി വരുന്ന ഒരു സാധനമാണ് വർക്കിംഗ് ക്യാപിറ്റൽ. സോ അത് പഠിച്ചു വെക്കുക, കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റി ആണെന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നോക്ക്, ആവറേജ് ഇൻവെന്ററി 50,60,000 ആണ്. ആവറേജ് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ബൈ 2 ആണ്. ആവറേജ് ഇൻവെന്ററി 50,60,000 ആണ്. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ 8 times. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോന്റെ ആൻസർ എന്താ? കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെന്ററി. സോ നിങ്ങൾക്ക് ഇത് ചെയ്താൽ യു വിൽ ഗെറ്റ് കോസ്റ്റ് ഓഫ് സെയിൽസ്. ഇത് നമുക്ക് എന്തൊക്കെ ഉണ്ട്? ആവറേജ് ഇൻവെന്ററി ക്വസ്റ്റ്യൻ ഉണ്ട്, ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ 8 ക്വസ്റ്റ്യൻ ഉണ്ട്. സോ നിങ്ങൾ അത് സോൾവ് ചെയ്താൽ യു വിൽ ഗെറ്റ് കോസ്റ്റ് ഓഫ് സെയിൽസ്. ഇറ്റ് സെയിൽസ് ഗുഡ്സ് അറ്റ് പ്രോഫിറ്റ് ഓഫ് 25% ഓൺ കോസ്റ്റ്. കോസ്റ്റിന്റെ 25% എന്ത്? ഗ്രോസ് പ്രോഫിറ്റ്. അതിനാണെങ്കിൽ സെയിൽസിന്റെ എത്ര എന്നാണ് ചോദ്യം. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എത്ര എന്നാണ്. അതിനിപ്പോൾ ഈ കാൽക്കുലേഷൻസ് ഒന്നും ആവശ്യമില്ല. എടാ കോസ്റ്റിന്റെ 25% ആണ് ഗ്രോസ് പ്രോഫിറ്റ് എങ്കിൽ സെയിൽസിന്റെ അത് എത്രയായിരിക്കും? സിമ്പിൾ അല്ലേ, നമ്മൾ നേരത്തെ ചെയ്തതല്ലേ. 20% നേരത്തെ നമ്മൾ ചെയ്ത സെയിം ആണ് ചെയ്തത്. കോസ്റ്റിന്റെ 25 ആകുമ്പോൾ സെയിൽസിന്റെ 20 ഞാൻ നേരത്തെ അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻ ആണ് ഇവിടെ റിപ്പീറ്റ് ചെയ്തത്. അതന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്ത ആ ബോക്സ് ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്ക്, ഡാഷ് ഈസ് എ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ന്യൂമറിക്കൽ റിലേഷൻഷിപ്പ് ബേസ്ഡ് ഓൺ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ന്യൂമറിക്കൽ റിലേഷൻഷിപ്പ് എന്ത് ബേസ് ചെയ്തിട്ടാ? റേഷ്യോ അനാലിസിസ്. റേഷ്യോ അനാലിസിസ് ആണ് എന്താ? ഇറ്റ്സ് എ ന്യൂമറിക്കൽ റിലേഷൻഷിപ്പ് ആണ് അല്ലെ. റേഷ്യോ അനാലിസിസ് ന്യൂമറിക്കൽ റിലേഷൻഷിപ്പ് ആണ് സ്റ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഷോർട്ട് ടേം സോൾവൻസി റേഷ്യോ. അതിൽ ഏതാണ് ഷോർട്ട് ടേം സോൾവൻസി എന്ന് ചോദിക്കുന്നത്? ഡെപ്റ്റ് ഇക്വിറ്റി ലോങ് ടേം ആണ്, പ്രൊപ്രൈറ്ററി ലോങ് ടേം ആണ്, ക്വിക്ക് റേഷ്യോ ഷോർട്ട് ടേം ആണ്, ഫിക്സ്ഡ് ചാർജും സോൾവൻസി റേഷ്യോ ആണ് ലോങ് ടേം ആണ്, റൈറ്റ്. അപ്പോൾ ഏതൊക്കെ? ഇതെല്ലാം ലോങ് ടേം അല്ലെ, ഇതെല്ലാം സോൾവൻസി റേഷ്യോസ് ആണ്. ഷോർട്ട് ടേം സോൾവൻസി ഏതാണ്? ക്വിക്ക് റേഷ്യോ ആണ്. ക്വിക്ക് റേഷ്യോ ആണ്. അതുപോലെ തന്നെ കറന്റ് റേഷ്യോ, സൂപ്പർ ക്വിക്ക് റേഷ്യോ. ഓക്കെ, നെക്സ്റ്റ് നോക്ക്, ടു ടെസ്റ്റ് ദ ലോങ് ടേം സോൾവൻസി. അപ്പോൾ ഷോർട്ട് ടേം സോൾവൻസി ചോദിച്ചു, അടുത്തത് ഏതാ? ലോങ് ടേം സോൾവൻസി ഏതാണെന്ന ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് റേഷ്യോ ഇസ് യൂസ്ഫുൾ? ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ, ആക്ടിവിറ്റി റേഷ്യോ ആണ്. ഈ ടേം നോട്ട് ചെയ്താൽ മതി, ആക്ടിവിറ്റി റേഷ്യോ ആണ്. പ്രൊപ്രൈറ്ററി റേഷ്യോ ലോങ് ടേം ആണ്. ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ക്വിക്ക് റേഷ്യോ എന്നാണ്. അറിയില്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ക്വിക്ക് റേഷ്യോന്റെ മറ്റൊരു പേരാണ് ആസിഡ് ടെസ്റ്റ് റേഷ്യോ. സോ അത് സോൾവൻസി ആണ്, ഷോർട്ട് ടേം സോൾവൻസി ആണ്. നെറ്റ് പ്രോഫിറ്റ്, പ്രോഫിറ്റബിലിറ്റി ആണ്. അപ്പൊ എല്ലാം ഉണ്ട് അല്ലെ. ആക്ടിവിറ്റി റേഷ്യോ ഉണ്ട്, ഷോർട്ട് ടേം സോൾവൻസി ഉണ്ട്, പ്രോഫിറ്റബിലിറ്റി ഉണ്ട്. ഇതാണ് ലോങ് ടേം സോൾവൻസി. ഓക്കെ, സോ ഇതാണ് ജൂൺ 2024 വന്ന ക്വസ്റ്റ്യൻസ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. സോ നമ്മൾ PYQ സീരീസിന്റെ പാർട്ട് 3 ഇവിടെ എൻഡ് ചെയ്യാണ്. നമ്മൾ 3 അറ്റംപ്റ്റിലെയും ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു കേട്ടോ. സോ ടോട്ടൽ 180 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും? ഉറപ്പായിട്ടും ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എങ്ങനെയാണ് ഓരോ ചാപ്റ്ററിനും ക്വസ്റ്റ്യൻ വരാന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നതോട് കൂടി കിട്ടുന്നുണ്ട്, റൈറ്റ്. കാരണം 3 പാർട്ടിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എങ്ങനെ ക്വസ്റ്റ്യൻസ് വരും, അതിനെങ്ങനെ നമ്മൾ ആൻസർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല സ്കോർ വാങ്ങുക. ഓക്കെ, സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.